ഹലോ ഫ്രണ്ട്സ്, ലൈജസ് പി സി ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന വിഷയം എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്റ്റഡി ഏരിയ ആണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും അതൊക്കെയാണ് ഈ കാണിക്കുന്നത്. ഞാൻ ഇവിടെ ടേബിളൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. പ്രത്യേകിച്ച് മോള് ചെറുതായതുകൊണ്ടും അവളുടെ മേലെ ഇങ്ങനെ തട്ടും എന്നതുകൊണ്ടും പിന്നെ സ്പേസ് വളരെ കുറവായതുകൊണ്ടും ഉള്ള ഒരു സ്പേസിൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പഠിക്കുകയാണ്. പുറത്താണ് സ്റ്റഡി ടേബിൾ. പക്ഷേ ഞാൻ അധികവും റൂമിലിരുന്ന് മോളുടെ കൂടെ ഇരുന്ന് ബെഡിലിരുന്നിട്ടൊക്കെയാണ് പഠിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റഡി ടേബിൾ വേണം എന്നൊരു കാര്യം എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് റൂമിൽ തന്നെ വെക്കാം, ആവശ്യം കഴിഞ്ഞാൽ മാറ്റി വയ്ക്കാം. അങ്ങനത്തെ ഒരു ടേബിളാണ്. അപ്പോൾ പഠിക്കാൻ എഴുതാനൊക്കെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. കൂടുതൽ പഠിക്കുന്നത് മോളുടെ അടുത്തിരുന്ന് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ഒരു ടേബിൾ കാണിച്ചു തരാൻ മാത്രം ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ കുറച്ച് സ്റ്റിക്കി പേപ്പേഴ്സൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇതുവരെ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും റാങ്ക് ഫയൽ അല്ലെങ്കിൽ നോട്ട്സിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കലായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ മറന്നു പോകുന്ന കാര്യങ്ങൾ, കൺഫ്യൂഷൻ ഫാക്ട്സ് അങ്ങനെയൊക്കെ ഒട്ടിച്ച് വെക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എക്സാമിനോട് അടുക്കും തോറും ടെൻഷൻ കൂടുതലാണ്. പിന്നെ എപ്പോഴും ഇങ്ങനെ ബുക്ക് എടുത്ത് നോക്കാനുള്ള ടൈം കിട്ടാത്തത് കൊണ്ടും എനിക്ക് കുറച്ച് വേണം എന്ന് തോന്നിയ കുറച്ച് ഭാഗങ്ങളെല്ലാം കൂടി അത് പഠിക്കുന്ന ടൈമിൽ അപ്പോൾ തന്നെ ഉള്ളത് നോട്ട് ചെയ്ത് വെക്കലാണ്. ഇതെനിക്ക് തോന്നുന്നു എക്സാമിൻ്റെ തലേ ദിവസം വരെ എനിക്ക് യൂസ്ഫുൾ ആവും. അത്രയും നല്ല കണ്ടൻറ്റാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത്, ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്ന പതിവൊന്നും ഇല്ല. എക്സാമിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് അങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. ഇത് എക്സാമിന് പോകുന്നതിന് മുന്നേ എല്ലാം പഠിച്ചു കഴിഞ്ഞ് ഇതെല്ലാം എടുക്കും. അങ്ങനെ ബോൾ ഫ്രീ ആക്കി വിടും. ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് മോളുടെയാണ്. ബെഡിൽ നിന്ന് പഠിക്കുന്നതുകൊണ്ട് തന്നെ അവളുടെ എല്ലാ കളി സാധനങ്ങളും ഇങ്ങനെ വലിച്ചു വാരി ഇടുന്ന ശീലമുണ്ടല്ലോ. പൊതുവെ കുട്ടികൾക്കൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാനും അതെല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കുകയാണ്. ഇത് പ്രത്യേകിച്ച് കാണിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കും ബുക്കൊക്കെ വേണം എന്നുള്ളൊരു ടെൻഡൻസി ആയപ്പോൾ ഞാൻ കരുതി ഞാൻ എന്തെങ്കിലും ബുക്ക് വാങ്ങപ്പോൾ ഇത് ഞാൻ 2-3 പീസ് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല വിലയുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് മീഷോന്നാണ് വാങ്ങിയത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ 10 പീസാണ് കിട്ടുന്നത്. അതിൽ തന്നെ ABCD നമ്പേഴ്സ്, അതുപോലെ ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള എല്ലാം അനിമൽസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. 10 എണ്ണമാണ് ബുക്ക് കിട്ടുന്നത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്, കൂടുതലൊന്നുമില്ല. അപ്പോൾ ഇത് വളരെ അടിപൊളിയായിട്ടുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നി. പെട്ടെന്നൊന്നും അങ്ങനെ കീറി പോവില്ല, നല്ലപോലെ വലിച്ച പോരും എന്നല്ലാതെ അങ്ങനെ പെട്ടെന്ന് കീറി പോവില്ല. അതുപോലല്ല വാട്ടർ പ്രൂഫ് പോലത്തെ ഒരു പേപ്പർ, അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ തുടങ്ങിയത് ഒരു 7 മണി സമയത്തോട് അനുബന്ധിച്ച് പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ അടുപ്പിച്ചിരുന്ന് പഠിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു 7 to 10 മണി വരെ പഠിക്കും. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 11 മണിക്കോ അല്ലെങ്കിൽ 10:30 വന്നിരുന്ന് പഠിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നല്ല സ്പീഡായിട്ടാണ് കാണുന്നത്. കാര്യം ഒരുപാട് സമയത്ത്, അതായത് 2-3 മണിക്കൂർ അടുപ്പിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. അങ്ങനെ അതുകൊണ്ടാണ് ഇത്ര സ്പീഡായി തോന്നുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പൗസ് ചെയ്യാനൊന്നും നിന്നില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കണ്ടിന്യൂഷൻ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാനങ്ങനെ വീഡിയോ ഓണാക്കി വെച്ചിട്ട് അങ്ങനെ പഠിക്കാതിരുന്നതാണ്. ആദ്യം ഞാൻ നോക്കി ഈ വീഡിയോയിൽ ആദ്യ ഭാഗത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ദുരന്ത നിവാരണം ആ ഒരു ഭാഗമാണ്. പഠിക്കാനുള്ള റിവിഷനാണ്. അത്യാവശ്യം അത് നല്ലപോലെ തന്നെ റിവിഷൻ ചെയ്യണം. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളൂ, അല്ലെങ്കിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ഉണ്ടാവും. അപ്പോൾ അത് നന്നായി പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ഭാഗങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റിവിഷനാണ്. പിന്നെ ഈ സ്പീഡ് കാണുമ്പോൾ എന്താണ് ഇങ്ങനെ വിചാരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ലൊരു 2-3 മണിക്കൂറിലെ ഒരു പഠന രീതിയാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളിരുന്ന് പഠിക്കുന്നത് മാത്സ് ആണ്. ഇതിൽ ഫുഡ് കഴിക്കുന്നതും അങ്ങനത്തെ വീഡിയോസ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. കാര്യം ഇതിൽ സ്റ്റഡി മാത്രമാണ് കാണിക്കുന്നുള്ളൂ. മാത്സ് എപ്പോഴും ജെറിൻ സാറിൻ്റെ ആണ് കാണാറുള്ളത്. ഇപ്പോൾ എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഏകദേശം എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ എനിക്ക് ശരിക്കും ടഫായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. അതൊഴിച്ച് ബാക്കിയെല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ടഫായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, അതായത് ചില ക്വസ്റ്റ്യൻ പേപ്പർ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് പോലെയൊക്കെ മാത്സ് വരാറുണ്ട്. അങ്ങനെയുള്ള സാറ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ അങ്ങനെ ക്ലാസ് കണ്ടിട്ട് അറിയാത്തൊക്കെ നോട്ട് ചെയ്ത് വെക്കും. ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലാസ്റ്റ് LDC റിവിഷൻ്റെ ഒരു ക്ലാസ്സാണിത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ആ ഒരു രീതിയിലാണ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് സാർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അറിയാവുന്നത് മാത്രം അങ്ങനെ നോക്കി പോവും, അറിയാത്തത് നോട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മാത്സ് എനിക്ക് വളരെ ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ പ്രോ ആയിട്ടൊന്നുമില്ല. സാറ് ചെയ്യുമ്പോൾ കൂടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ പിന്നീട് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ വരാറുണ്ട്. അതായത് അങ്ങനെ വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മളെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരുന്നതും അതുപോലെ തന്നെ ഒരു കണ്ടിന്യൂഷൻ ഇല്ലാതെ, അതുപോലെ എപ്പോഴും ചെയ്ത് പഠിക്കാത്തത് കൊണ്ടൊക്കെ ആവാം ഇടയ്ക്കൊരു ഗ്യാപ്പൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്സ് പോവും, കയ്യിൽ നിന്ന് പോവും. അതുപോലെ തന്നെ മാത്സിലാണെങ്കിൽ ഇംഗ്ലീഷ് പോവും. അങ്ങനത്തെ ഒരു അവസ്ഥ എല്ലാവരെ പോലെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. അപ്പോൾ എല്ലാം നോക്കുന്നുണ്ട്. ഇന്നത് മാത്രം നോക്കുന്നു എന്നൊന്നുമല്ല, എല്ലാം നോക്കുന്നുണ്ട്. പിന്നെ ഒരു 12 മണി ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. അധികം നേരം അങ്ങനെ ഇരുന്നിട്ടൊന്നുമില്ല, 1 മണിയൊക്കെ ഇരുന്നിട്ടുള്ളൂ തോന്നുന്നു. ഞാൻ ഇതിലൊന്നും പ്രത്യേകിച്ച് ടൈം ഇങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല. ആകെ ഒരു ഫോണല്ലേ ഉള്ളൂ. പിന്നെ ഏട്ടൻ്റെ ഫോണ്, അത് വെച്ചിട്ടാണ് ഈ ടൈം കാണിക്കുന്നത്. അതുപോലെ ഇടയ്ക്ക് ചെയ്യുന്നത്. ഞാൻ വിചാരിക്കുന്ന ഒരു ചെറിയ ടൈം പീസ് വാങ്ങണമെന്നുണ്ട്. പക്ഷേ ഇവിടെ മോളുള്ളതുകൊണ്ട് അങ്ങനെ അവൾക്ക് കയ്യത്തും ദൂരത്തൊന്നും വെക്കാനും പറ്റില്ല. ഇതൊക്കെ എടുത്ത് മിന്നും.
അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ വാങ്ങാത്തത്. ഫോൺ തന്നെ ഇപ്പോൾ അവളുടെ കൈ കിട്ടിയാൽ അത് എപ്പോഴാണ് പൊട്ടുക പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത്. ആള് വലുതാവും തോറും കുറുമ്പും നല്ലപോലെ കൂടുന്നുണ്ട്. എല്ലാ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ നമ്മുടെ പഠനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് എല്ലാവരും റിവിഷനിലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇനി പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു മാസം 2 എക്സാമാണ് വരുന്നത്. അപ്പോൾ 17 പിന്നെ 31 ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം, അതായത് ഇതുവരെ നന്നായി പഠിച്ചിട്ട് ഇനി കുറച്ച് ഉഴപ്പലോ അല്ലെങ്കിൽ ഡിപ്രഷനോ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എന്നും പഠിക്കാൻ ശ്രമിക്കുക എന്നത്. ഈ ഒരു മാസം കൂടി നല്ലപോലെ അധ്വാനിച്ചാൽ അതിൻ്റെ ഫലം എന്തായാലും നല്ലതായി തന്നെ തിരിച്ചു കിട്ടും. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. ഈ ഒരു ടൈമിൽ പലപ്പോഴും മെസ്സേജ് വരുന്നുണ്ട്, ഇനി പഠിച്ചാൽ കിട്ടുമോ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി പഠിച്ചാൽ കിട്ടുമോ, അങ്ങനത്തെ ഒരു കമൻറ്റ് എല്ലാവരും വരുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ എന്താ പറയുക, ഇനിയുള്ള ദിവസങ്ങൾ ഒരു മാസം കൊണ്ടൊക്കെ LDC കിട്ടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ ഈ വർഷങ്ങളായിട്ടുള്ളൊരു പരിശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോരുത്തരും എക്സാം എഴുതാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടി പരിശ്രമിക്കുന്ന ഓരോരുത്തരും നോട്ടിഫിക്കേഷൻ വന്ന നാൾ മുതൽ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സിലബസ് ഒക്കെ വെച്ച് നല്ല കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മാസം കൊണ്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ നല്ലപോലെ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കൊക്കെ ചെയ്ത് നന്നായി തന്നെ കോൺഫിഡൻസ് ആയിട്ട് പഠിക്കുക. ഈ ഒരു എക്സാം മാത്രമല്ലല്ലോ, അടുത്ത വർഷം 2025 നല്ല നല്ല ഓഫേഴ്സ്, നല്ല നല്ല എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ 10th ലെവലിൻ്റെ ആണെങ്കിലും വേറെ ധാരാളം എക്സാംസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ LGSൻ്റെ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പഠിക്കുക, അതുമാത്രമാണ് നമ്മളുടെ ഒരു കർമ്മം എന്ന് പറയുന്നത്. നല്ലപോലെ കഷ്ടപ്പെടുമ്പോൾ ഒരു ദിവസം എന്തായാലും അതിനുള്ള ഒരു പ്രതിഫലം കിട്ടും. അപ്പോൾ ഇനിയൊരു എക്സാമിന് വേണ്ടി പഠിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും LDC എക്സാമിനാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ LDC എക്സാം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു മാസം കൊണ്ടൊക്കെ പഠിക്കാന്ന് വെച്ചാൽ ഞാൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഒരു മാസം കൊണ്ടിരുന്ന് പഠിച്ചിട്ടൊന്നും ഒന്നും നേടാൻ സാധിക്കില്ല. ഒരു കട്ട് ഓഫിൻ്റെ അടുത്ത് വരെയൊക്കെ എത്താൻ പറ്റുന്നവരുണ്ടാവാം. കാര്യം അത്രത്തോളം അതിൽ എഫേർട്ട് ഇടുന്നവർക്ക് കട്ട് ഓഫിൻ്റെ അടുത്ത് വരെയൊക്കെ എത്താൻ സാധിക്കുമായിരിക്കാം. പക്ഷേ ഒരു നോർമൽ സ്റ്റഡി ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഒട്ടും ബേസ് ഇല്ലാത്ത ഒരാൾക്ക് ഒരു മാസം കൊണ്ടൊന്നും ഒന്നും നേടാൻ സാധിക്കില്ല. ഞാൻ സത്യസന്ധമായി പറയുന്നത് കേട്ട് നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പഠിക്കുക, നന്നായി തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക. അടുത്ത എക്സാം നമുക്ക് നോക്കാം. ഈ ഒരു എക്സാം അല്ലെങ്കിലും അടുത്ത എക്സാം ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ സമാധാനിക്കാം. അതുപോലെ തന്നെ ഏജ് ഓവർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു എക്സാമോടുകൂടി നമ്മളുടെ ഈ ഒരു പരിശ്രമം നിർത്തേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ വളരെ നന്നായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്തായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. കോഡുകളൊക്കെ ഇട്ട് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ പഠിച്ച കാര്യം തന്നെ ഫുൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഒരുപാട് ടെൻഷൻ കാര്യങ്ങളൊന്നും വേണ്ട. ഓരോ തവണ നമ്മൾ ടെൻഷൻ അടിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ ദിവസവും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അത്രയും സമയമാണ് വേസ്റ്റ് ആവുന്നത്. നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്തിട്ടാണ് പലപ്പോഴും ഈ ടെൻഷൻ വന്ന് ചേരുന്നത്. അപ്പോൾ പലരും പറയും ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവിടെ പോയി എഴുതാം, അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ പലരും പറയും. പക്ഷേ എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ഒരുപോലെ ആയിരിക്കില്ല. പലർക്കും പലതരത്തിലുള്ള ഒരു മനസ്സാണുള്ളത്. ചിലർക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല, പിന്നെ നോക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ചിലവരാണെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചും കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചും ഒക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഓവർ തിങ്ക് ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം. എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങളിപ്പോൾ ടെൻഷൻ അടിച്ച് കളഞ്ഞാൽ പോകുന്നത് നിങ്ങളുടെ ഓരോ മാർക്കാണ്. അപ്പോൾ എന്താ വന്നാലും നേരിടാനുള്ളൊരു മനസ്സ് ആദ്യം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഈ ഒരു എക്സാമിൽ നല്ലപോലെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇനി നമുക്ക് മറ്റെന്തെങ്കിലും വഴി ആയിരിക്കും. അല്ലെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഗവൺമെൻറ് ജോലി തന്നെ കിട്ടണം എന്നൊന്നുമില്ല. ഇപ്പം ഞാൻ എല്ലാവരും നിരാശപ്പെടുത്തുന്നതല്ല, ഒരു ട്രൂത്ത് പറയുകയാണ്. നമ്മുടെ സമൂഹത്തിലുള്ള ഒരു കാര്യം ഇങ്ങനെയാണ്. ഇപ്പോൾ ടെൻഷൻ അടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഓരോ മാർക്കും നെഗറ്റീവ് ആവുന്നത്. അപ്പോൾ ടെൻഷൻ പരമാവധി ഇല്ലാതാക്കുക. അതുപോലെ തന്നെ ഈ ഒരു എക്സാം അല്ലെങ്കിൽ അടുത്തൊരു എക്സാം കാണാം എന്ന രീതിയിൽ ടെൻഷനൊന്നും ഇല്ലാതിരിക്കുക. ഇനിയിപ്പോൾ ഇത് ലാസ്റ്റ് എക്സാം ആണെങ്കിൽ ഇത് നല്ലപോലെ തന്നെ അറ്റൻഡ് ചെയ്യുക. പിന്നെ ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ, കിട്ടുമോ ഇല്ലയോ അതൊക്കെ പിന്നത്തെ ഒരു കാര്യമാണ്, കിട്ടുമോ ഇല്ലയോ എന്നതൊക്കെ. ഇപ്പം തന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പറയാനുള്ളത്, 2 പേനയൊക്കെ വാങ്ങി അതൊക്കെ ഒന്ന് എഴുതി സ്മൂത്താക്കി റെഡിയാക്കി വെക്കുക. പിന്നെ ഹോൾ ടിക്കറ്റ് ലാസ്റ്റ് മിനിറ്റ് എടുക്കാൻ നിൽക്കരുത്. ഹോൾ ടിക്കറ്റ് വന്നവരൊക്കെ നേരത്തെ തന്നെ എടുത്ത് വെക്കുക. ഹോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു 3 പേപ്പറുള്ള ആ ഒരു ഫുൾ ഷീറ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. എക്സാം ഹോളിൽ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആ ഒരു അരമണിക്കൂർ സമയം ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ അതിൽ ഇംഗ്ലീഷ് വേർഡ്സും അതുപോലെ തന്നെ അതിൽ കാര്യങ്ങളൊക്കെ വായിച്ചിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ 2 പേജ് ഉണ്ടല്ലോ, അപ്പോൾ അത്രയും വായിച്ചെടുക്കുമ്പോഴേക്കും ആ ഒരു അരമണിക്കൂറൊക്കെ പെട്ടെന്ന് പോകും. അപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാനും പറ്റും. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. ഞാൻ എക്സാമിന് പോയപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 പ്രിൻറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ടെൻഷൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു എക്സാം തന്നെ പിന്നെ പോയി എഴുതിയുള്ളൂ. അതും കുഴപ്പമില്ലാതെ പോയി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കൂ. ചിലപ്പോൾ ടെൻഷൻ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി തന്നെ രേഖപ്പെടുത്താം. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനൊക്കെ എനിക്ക് ചോദിക്കാം. പിന്നെ ഇനി കിട്ടുമോ അല്ലെങ്കിൽ ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ പ്രത്യേകം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു കമൻറ്റ് ഒഴിവാക്കുക. ഇനി എല്ലാവരും നന്നായി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി കിട്ടുമോ കിട്ടില്ല എന്നതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. അപ്പോൾ ഇനിയുള്ള ടൈം നന്നായി തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.